ഇന്ത്യയെ ആക്രമിക്കും, രാജ്യത്തെ പല ഭാഗങ്ങളാക്കി വിഭജിക്കും. പാകിസ്ഥാനിലിരുന്ന് ഇന്ത്യയുടെ അടി വാങ്ങിച്ചു പിടിച്ചതിന് ശേഷവും ഒരു കൊടും ഭീകരൻ എന്ന് പറഞ്ഞാൽ അജ്ഞാതൻ എങ്ങനെ സഹിക്കും? ഒരു നിമിഷം പോലും താമസിച്ചില്ല, പാകിസ്ഥാനിൽ ചെന്ന് തീർത്തു. ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത കമാൻഡർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അബ്ദുൾ അസീസ് SR ആണ് വെടിയേറ്റ് മരിച്ചത്. തിങ്കളാഴ്ചയാണ് സംഭവം. തിങ്കളാഴ്ച പുലർച്ചെ പഞ്ചാബ് പ്രവിശ്യയിൽ ബഹവൽപൂരിൽ ദുരൂഹ സാഹചര്യത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യ വിരുദ്ധ പ്രസംഗവും പരാമർശവും ഒക്കെ നടത്തി കുപ്രസിദ്ധി നേടിയ ആളാണ് അബ്ദുൾ അസീസ്. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയ്ക്ക് ശേഷവും ഇയാൾ വിഷം ചീറ്റുന്നത് തുടർന്നു. ഇന്ത്യക്കെതിരെ പല കുറി സംസാരിച്ചു. ഇന്ത്യയെ ആക്രമിക്കുമെന്നും രാജ്യത്തെ പല മേഖലകളായി വിഭജിക്കുമെന്നും അസീസ് ഭീഷണി മുഴക്കിയിരുന്നു. അസീസിന്റെ മരണം ഇതുവരെ പാകിസ്ഥാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ ഇന്ത്യ ആക്രമണം നടത്തിയ നഗരങ്ങളായിരുന്നു അസീസ് കൊല്ലപ്പെട്ട ബഹവൽപൂർ. അബ്ദുൾ അസീസിന്റെ മരണം ഹൃദയാഘാതം മൂലമാണ് എന്ന വാദവും പുറത്തുവരുന്നുണ്ട്.